ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഒരു റെയിനി ഡ്രൈവ്. എങ്ങോട്ടേക്കാണെന്നറിയോ? നിങ്ങൾക്ക് ഈ പ്ലേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എവിടെയാണ്. നമ്മുടെ സ്വന്തം താമരശ്ശേരി ചുരം. നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല മഴക്കാറും ഉണ്ട്. എന്നാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ദൂരെങ്കിലും പോയിട്ട് തിരിച്ചു പോരും. ഇതാ നമ്മുടെ സ്വന്തം പിന്നെ ഈമക്കുട്ടിയുണ്ട്. ഈമക്കുട്ടി പിന്നെ കാറ് കയറിയാൽ ഉറങ്ങും. ഇന്നിപ്പോൾ എന്താ അറിയില്ല, അങ്ങനെ ഉറങ്ങാതിരിക്കുന്നുണ്ട്. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നല്ല രസമല്ലേ. നമ്മളിപ്പോൾ രണ്ടാമത്തെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു മഴ ഡ്രൈവൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇതുവരെ മഴയുടെ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ല. നല്ല വെയിലുമുണ്ട്. എന്തായാലും അങ്ങോട്ട് കയറി നോക്കട്ടെ. ചിലപ്പോൾ അവിടെ എത്തുമ്പം മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. നമ്മളിപ്പം എവിടെയും പോകണമെന്നൊന്നും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് പോവാം, ചുരത്തിലൊക്കെ പോയിട്ട് അങ്ങനെ കുറ്റിയാടി ചുരം വഴി തിരിച്ചിറങ്ങാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം നമ്മളൊന്ന് പ്ലാൻ മാറ്റിയിട്ട് ബാണാസുര പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ബാണാസുര ഞാനിതുവരെ കണ്ടിട്ടുമില്ല. കുറേ തവണ വയനാട് വന്നിട്ടുണ്ട്, പക്ഷേ ബാണാസുര ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വഴിയിലൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. യമ്മക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. ഞാൻ കുറേ തവണ വിളിച്ചു എണീക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവൾ കണ്ടില്ല. എന്തായാലും 8ാമത്തെ ചുരത്തിലെത്തുമ്പം നമ്മൾ നിർത്തുമല്ലോ, അപ്പോൾ അവളെ വിളിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ 8ാമത്തെ ചുരത്തിലെത്തി. വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു മങ്കിയുണ്ട് വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്നു. പക്ഷേ നല്ല രസമായിരുന്നു സംഭവം. അത് വണ്ടിയുടെ ആൻറ്റിനെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തിട്ട് അത് പോകുന്നില്ലായിരുന്നു. അവസാനം സന്ദീപേട്ടൻ മെല്ലെ കയറിയിട്ട് കാറൊന്ന് ഫ്രണ്ടിലേക്ക് എടുത്തപ്പം അവൻ ഓടിപ്പോയി. അതുവരെ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. കാറ് കയറാനും സമ്മതിക്കില്ല, അങ്ങനെ മാന്തുമെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മൂപ്പര് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നോളജ് സിറ്റി ഒക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പേടി തോന്നും കേട്ടോ, അവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ. പക്ഷെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, അവരവരുടെ പണി നടത്തുന്നു. നമ്മളിങ്ങനെ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുകയാണ്. എത്ര തവണ ഇവിടെ വന്നോന്ന് എനിക്ക് തന്നെ അറിയില്ല, എത്ര തവണ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എത്ര വന്നാലും എനിക്ക് മടുക്കാത്തൊരു പ്ലേസാണ് ഈ വയനാട് എന്ന് പറഞ്ഞാൽ. നമ്മൾ കോഴിക്കോട് ആയതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ കോഴിക്കോടിനടുത്തല്ലേ, പെട്ടെന്ന് എത്താനൊക്കെ പറ്റുന്ന സ്ഥലമാണല്ലോ. ഞാൻ പ്രത്യേകിച്ച് മുക്കത്തായതുകൊണ്ട് മുക്കത്തുനിന്ന് ഏകദേശം ഒരു 2 hours ദൂരമൊക്കെ ഇവിടേക്കുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ബാണാസുരയ്ക്ക് പോകുന്ന റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള റോഡാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല വെയിലാണ്. നമ്മൾ മഴ പ്രതീക്ഷിച്ച് വന്നിട്ട് ഒട്ടും മഴ കിട്ടിയതുമില്ല. അതാണ്, വെയിലാണ്. ഇത്രയും ഡേയ്സ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നും മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചുരം കയറിയത്. പക്ഷേ മഴ തീരെ ഉണ്ടായിരുന്നില്ല, നല്ല വെയിലും. എനിക്ക് മറ്റേ പാട്ടാണ് ഓർമ്മ വരുന്നത്, മൂഞ്ചി മൂഞ്ചി മൂഞ്ചി, ആ അവസ്ഥയാണ്. എന്തായാലും ഈ ഡ്രൈവ് നല്ല രസമാണ്. തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടിയൊക്കെ ഉള്ള ഡ്രൈവ് നല്ല രസമാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ചെറിയൊരു അരുവി പോലെ കണ്ടപ്പം അവിടെ നിർത്തി. അവിടുന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. അത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചെറിയൊരു റോഡും അരുവിയൊക്കെയാണ്. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ എവിടെയെങ്കിലും ഒരു പ്ലേസ് കിട്ടിയാൽ അവിടെ ചാടി ഇറങ്ങുമല്ലോ. പിന്നെ അവിടെ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഈ പോകുന്ന വഴി ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ സിപ്പ് ലൈനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളവിടെ ഒന്നും കയറിയിട്ടില്ല. നമ്മൾ നേരെ ഡയറക്റ്റ് ബാണാസുര പോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ പോകുന്ന വഴി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ റീൽസിലൊക്കെ വൈറലായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. 13ാം മൈൽ ബസ് സ്റ്റോപ്പാണിത്. നമ്മളതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് ഓരോ സ്റ്റോപ്പ് ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. 10, 11 ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പിന് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിലെത്തിയപ്പം പിന്നെ അവിടെ നമ്മൾ നിർത്തി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് ആ ബസ് സ്റ്റോപ്പ്. ഇതിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ ബാണാസുര ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അത് കഴിഞ്ഞ് പോകുന്ന വഴിയാണ് ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് കണ്ടത്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷട്ടർ ഓപ്പൺ ചെയ്തു എന്നുള്ളത്. 2 ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിർത്തി അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ ഡാമിലേക്കാണ് പോയത്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ഡാമിലേക്ക് നടക്കുകയാണ് കേട്ടോ.
ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ വാക്ക് ഉണ്ട് കേട്ടോ ഡാമിലേക്ക്. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മളപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഉള്ളൊരു ചെറിയ തട്ടുകടയിൽ കയറിയിട്ട് മാഗി കഴിച്ചു, ഒരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുക കേട്ടോ. ഡാം ദൂരത്തുനിന്ന് കാണാൻ പറ്റും. ഡാമിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സോളാർ സെല്ല് വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അത് നമ്മൾ നടക്കുക കേട്ടോ. കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുട്ടിയുടെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ടുണ്ട്. അവൾ മുകളിലേക്ക് ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വ്ലോഗ് എടുത്തിട്ട് അത്ര ശീലമില്ലാത്ത കാരണം അങ്ങനെ ഫ്ലുവൻ്റായിട്ട് പറയാൻ കഴിയില്ല കേട്ടോ. ഇത് ഡാമിൻ്റെ സൈഡിലുള്ള റോഡാണ്. മഴ പ്രതീക്ഷിച്ച് നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. മഴ പെയ്തതുമില്ല. പിന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ നടക്കുന്നത്. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണല്ലോ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സീനറിക് വ്യൂ ആണ്. പിന്നെ ഈ കാണുന്ന കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ ഡാമിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. നല്ല ടയേർഡാവും. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കയറാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ സ്ലോപ്പിലൂടെയും കയറാം, അതുപോലെ സ്റ്റെപ്പും കയറാം. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയിട്ടോ. അടിപൊളി വ്യൂ ആണ്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. എർത്ത് ഡാം എന്ന് പറഞ്ഞാൽ മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമാട്ടോ. ഈ ഡാമിലെ വെള്ളം മെയിൻലി ഉപയോഗിക്കുന്നത് കക്കയം ഡാമിൽ കറണ്ട് ഉണ്ടാക്കാനായിട്ടാണ്. അതുപോലെ തന്നെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അത്രയ്ക്ക് വ്യൂ ആണ്. ഈ ബാണാസുര മലനിരകൾക്കിടയിൽ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളവിടെയൊക്കെ നടന്ന് കുറേ നേരം അതിലൊക്കെ നടന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഇങ്ങനെ മഴമേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ മഴ പെയ്തില്ല. പിന്നെ ഈ ഡാമിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തരിയോട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമായിരുന്നു പണ്ട്. ഈ ഡാം നിൽക്കുന്ന ഈ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊരു ഗ്രാമമായിരുന്നു പണ്ട്. ഈ ഡാമിന് വേണ്ടിയിട്ട് ആ ഗ്രാമം മൊത്തമായിട്ട് അവരെ ഒഴിപ്പിച്ചതാണ് കേട്ടോ. 1979 മുമ്പ് വരെ ഇവിടെ കടകളും വീടുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു നല്ല ഗ്രാമമായിരുന്നു. പിന്നെ ഇതിൻ്റെ വെള്ളം ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് താഴും. അപ്പോൾ ഈ കിണറുകളും റോഡും മരക്കുറ്റികളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്. നമ്മളിനി സ്പീഡ് ബോട്ടിങ്ങിൽ കയറാമെന്ന് വിചാരിച്ചു. 5 പേരാണ്. 5 പേർക്ക് ഏകദേശം 1000 രൂപയാണ് വരുന്നത്. അപ്പം നമുക്ക് വേറൊരു ടീമിനെ കൂടെ കിട്ടി. അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് കയറിയത്. നല്ല സ്പീഡിലാണ് ഇവർ പോകുന്നതൊക്കെ കണ്ടത്. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു. നല്ല വ്യൂ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. അങ്ങനെ അത്ര ഒരുപാട് സ്പീഡിലൊന്നും അല്ല ഇവർ പോകുന്നത്. ഇവർ സാധാരണ നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളവിടെ നോക്കി നിൽക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു സ്പീഡ് പോകുന്നത്. പക്ഷേ നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് ഓവർ സ്പീഡ് അവരാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സ്പീഡ് ബോട്ടിലൊക്കെ കയറുന്നത്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കുട്ടിക്കും സന്ദീപേട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫാമിലിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ 2 കരകളിലായിട്ട് അടിപൊളി 2 റിസോർട്ടുകൾ കാണാൻ പറ്റും. ഒന്ന് താജാ തോന്നുന്നു, മറ്റേതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ ഡാമിൻ്റെ ഉള്ളിൽ നിന്ന് ആ റിസോർട്ടിലേക്ക് നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ മൺതിട്ടകളൊക്കെ കാണാൻ പറ്റും കേട്ടോ, അങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അത് നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ചെറിയൊരു പാർക്ക് പോലെ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ യമക്കുട്ടിക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി നമ്മളവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി കോറോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തേയിലത്തോട്ടവും മീൻമുട്ടി വാട്ടർഫാൾസൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അതും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വഴിയിലേക്ക് കയറി കുറച്ചങ്ങ് പോയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാറുകാർ പറഞ്ഞു ഒന്നുമില്ല അവിടെ കാണാനായിട്ട്. പിന്നെ ഈ തേയിലത്തോട്ടമൊക്കെ രസമുണ്ട്, വാട്ടർഫാൾസും കുഴപ്പമില്ല, പക്ഷേ അത്രയ്ക്ക് ആൾക്കാരാണ്, അത്രയ്ക്ക് ബ്ലോക്കുമാണ്. അവർ കുറേ ബ്ലോക്ക് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡാട്ടോ. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കുറ്റ്യാടി ചുരത്തിലേക്കാണ് പോയത്. കുറ്റ്യാടി ചുരത്തിൽ നല്ല മഞ്ഞൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. കാര്യം നമ്മൾ കഴിഞ്ഞ കൊട്ടിയൂർ യാത്രയ്ക്ക് പോയപ്പം കുറ്റ്യാടി ചുരം വഴിയായിരുന്നു തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വെയിലായതുകൊണ്ടും പിന്നെ ഒരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടും ഒരു കോടമഞ്ഞും ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിൽ തന്നെയായിരുന്നു.
അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങുമ്പം അങ്ങനെ ആ പ്രതീക്ഷ അവിടെ അവസാനിച്ചു. എന്നാൽ ചുരം ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു, അത് കാണാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ വാട്ടർഫാൾസിൽ വെള്ളമേ ഇല്ല. അങ്ങനെ നൈറ്റായിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താനായിട്ട്. വരുന്ന വഴി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്ക് വീട്ടിലെത്തി. താങ്ക് യു.